നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരശ്ശീല ഉയർന്നു എന്ന് പറയാം. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് മാസങ്ങളായി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺമുന്നിലെ യാഥാർത്ഥ്യമാകുന്നു. 2006 മെയ് 3-ാമത്തെ ആഴ്ചയിൽ നിലവിൽ വരേണ്ട അധികാരമേൽക്കേണ്ട പുതിയ സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയോ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തെ ആഴ്ചയോ നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതിനുള്ള ആദ്യ നടപടികളിലേക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ ഘടകമായ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അവർ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകരുമായുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ, രാഷ്ട്രീയ നേതൃത്വവുമായുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ആ വഴിക്ക് നടക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം, കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ ചുവടുകളിലേക്ക് ഔപചാരികമായി തന്നെ കാൽവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനം. UDF കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കുറേ സ്ഥാനാർത്ഥികളൊക്കെ അനൗപചാരികമായി നിശ്ചയിച്ചു എന്ന വാർത്തകൾ വന്നു. VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്ത MM ഹസനും ഒക്കെ പങ്കെടുത്ത വിപുലമായ യോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പരമ്പര തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. ഇന്നലെ, അതായത് ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മന്ത്രിമാരുടെ യോഗം എന്ന് പറഞ്ഞാൽ അതിൽ LDFൻ്റെ എല്ലാ പ്രാതിനിധ്യമുണ്ടല്ലോ, എല്ലാ ഘടകകക്ഷികളിലും പ്രതിനിധികളുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് അവരിൽ പലരും. മന്ത്രിമാരുടെ യോഗം വിളിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് LDF കടക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ച തുടങ്ങി വെച്ചു എന്നാണ് വാർത്തകൾ. 110 സീറ്റാണ് LDFൻ്റെ ലക്ഷ്യം എന്നും വാർത്തകൾ വരുന്നു. മിഷൻ 110 എന്ന് മാധ്യമങ്ങൾ അതിന് തലക്കെട്ടും കൊടുക്കുന്നു. UDF 80, 85 മുതൽ 100 വരെയാണ് അവരുടെ അവകാശവാദങ്ങൾ. ഇതൊന്നും ഒഫീഷ്യലി അവരുടെ തീരുമാനങ്ങളായി പുറത്ത് വന്നിട്ടില്ല എങ്കിലും മുന്നണികൾക്കുള്ളിൽ, നേതൃയോഗങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും അവയുടെ തീരുമാനങ്ങളും മാധ്യമങ്ങളിൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷവും ശരിയാവാറാണ് പതിവ്. കാരണം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ അനൗപചാരികമായി കൊടുക്കാൻ തീരുമാനിച്ച് തന്നെ കൊടുക്കുന്ന വിവരങ്ങളാണ് അതിൽ പലതും. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് അതീവ രഹസ്യങ്ങളല്ലാത്ത ഇലക്ഷൻ വിവരങ്ങൾ, സ്ഥാനാർത്ഥി വിവരങ്ങൾ, അവകാശവാദങ്ങൾ ആരെയും ഉദ്ധരിക്കാതെ തന്നെ വരുന്നത് ശരിയാവുകയാണ് പതിവ്. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിൽ 100 സീറ്റോടുകൂടി UDF വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. 100 സീറ്റ് നേടി UDF വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുകൂടി അദ്ദേഹം കടന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അത് പറയുന്നില്ല, ആവർത്തിക്കുന്നില്ല എന്ന് കരുതിയാൽ മതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം LDFൻ്റെയും UDFൻ്റെയും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ, ഇലക്ഷനിലേക്കുള്ള കാൽവയ്പ്പുകൾ കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട്, ചടുലമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ നേതൃയോഗങ്ങളെല്ലാം. ഇതിൽ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ കൃത്യമായി വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാധ്യമ വിദ്യാർത്ഥികളും രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ട ആരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിലയിരുത്തലിൽ UDFിനേക്കാൾ ഒരു പടി LDF മുന്നിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഫേസ് വിലയിരുത്തലിൽ LDF മേൽക്കൈ നേടിയിരിക്കുന്നു എന്നതാണ്. ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നില്ല, നോട്ടിഫിക്കേഷനായില്ല, സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചില്ല, മറ്റ് കാര്യങ്ങളിലേക്കൊന്നും വന്നില്ല. പക്ഷെ അതിനു മുമ്പേ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലേക്കുള്ള സ്വാഭാവികമായ കാൽവെപ്പിൽ ഒരടി മുന്നിൽ LDF ആണ് എന്ന് പറയാൻ കാര്യം, UDF 80, 85 മുതൽ 100 വരെ സീറ്റുകൾ 140 അവകാശപ്പെടുമ്പോൾ LDFൻ്റെ അവകാശവാദം 110 ആണ്. അത് പറയുന്നത്
മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗത്തിന് ശേഷം ആണ് മാധ്യമങ്ങളത് പറയുന്നത് എന്നതുകൊണ്ടാണ് അതിന് വിശ്വാസ്യത കൂടുതൽ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കുറേ തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ വിശകലനങ്ങളുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനുശേഷമുള്ള ചെറിയ ഇടവേളയിലും മുഖ്യമന്ത്രിയായ ശേഷവും അദ്ദേഹം മൗനം പാലിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങളുണ്ട്. എന്താണ് എന്ന് കൃത്യമായി കണക്ക് പറയാത്ത റിസൾട്ട്സ് ഉണ്ട്. കൃത്യമായി കണക്ക് പറഞ്ഞ ഇന്ന പോലെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ അവലോകനങ്ങളും വിശകലനങ്ങളും പ്രവചനങ്ങളെന്ന് പറയുന്നില്ല, രാഷ്ട്രീയ അവലോകനങ്ങളും പറയുമ്പോൾ വെറും വാക്ക് പറയാത്ത നേതാവാണ് പിണറായി വിജയൻ. കൃത്യമായി കണക്ക് കൂട്ടി കാര്യകാരണ സഹിതം മാത്രം പറയുന്നതിൽ അദ്ദേഹം മറ്റു പല വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെ പോലെയും ശ്രദ്ധ പുലർത്താറുണ്ട്. അതിലിപ്പോൾ കേരളത്തിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് അനുഭവങ്ങളിലൂടെ പറയാൻ കഴിയും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയാൽ ഈ 110 എന്തുകൊണ്ട് വെറും വാക്കല്ല എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 21 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതായത് ഈ നൂറ്റാണ്ടിൽ 2000 പിറന്ന ശേഷം നടന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 18ഉം LDF തൂത്തുവാരിയ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. മുസ്ലിം ലീഗിന് 2 സീറ്റ് മത്സരിക്കുന്ന 2 സീറ്റുകളിൽ 1 നഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരി, ഇന്നത്തെ മലപ്പുറം ലോക്സഭാ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. പൊന്നാനി മാത്രമാണ് കിട്ടിയത്. അന്ന് കേരള കോൺഗ്രസിൽ നിന്ന് IFDP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് NDAയ്ക്കൊപ്പം പോയ PC തോമസിന് അദ്ദേഹത്തിൻ്റെ പതിവ് മണ്ഡലമായിരുന്നു മൂവാറ്റുപുഴ. ഇപ്പോൾ മൂവാറ്റുപുഴയില്ല. മൂവാറ്റുപുഴയിൽ ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 18-1-1 20 അങ്ങനെയായിരുന്നു റിസൾട്ട്. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, പ്രചാരണം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആളുകൾ കാത്തിരിക്കുന്നു റിസൾട്ടിന്. ആ ദിവസങ്ങളിലൊന്നിൽ വാർത്താ സമ്മേളനത്തിൽ ഈ ഇലക്ഷൻ ഫലം എങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ്സിന് 1 സീറ്റോ മറ്റോ കിട്ടിയാലായി എന്ന് പറഞ്ഞു കേരളത്തിൽ. അന്ന് KPCC വക്താവായിരുന്ന, കോൺഗ്രസ് വക്താവായിരുന്ന MM ഹസൻ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സിനെ CPM സംസ്ഥാന സെക്രട്ടറി അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ്. കോൺഗ്രസ്സിന് 1 സീറ്റോ, എങ്ങനെ അത് പറയാൻ കഴിയുന്നു? 1 സീറ്റ് കിട്ടിയാലായി എന്ന് പറയുന്നു. എത്ര മോശപ്പെട്ട പരാമർശമാണ്. രാഷ്ട്രീയ നേതാക്കൾ സൂക്ഷ്മം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ്സിന് 1 സീറ്റുമില്ല. 1 കിട്ടിയാലായി എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഒന്നുപോലുമില്ല. നേരത്തെ പറഞ്ഞാണ് ഫലം. LDFന് 18, ലീഗിന് 2-1, IFDPക്ക് PC തോമസിന് 1. സംഭവിച്ചത് രാഷ്ട്രീയമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൈരളിയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു അഭിമുഖത്തിൽ പിണറായി വിജയനോട് അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര കൃത്യമായി രാഷ്ട്രീയ പ്രവചനം നടത്തുക, എങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു. രാഷ്ട്രീയ നിരീക്ഷണം നമ്മൾ നടത്തുമ്പോൾ അതിൽ യാഥാർത്ഥ്യബോധം, ഗ്രൗണ്ട് റിയാലിറ്റി കണക്കിലെടുത്തുകൊണ്ടാണ് നടത്തുന്നത്. വെറുതെ എന്തെങ്കിലും പറയുകയല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം കൃത്യമായ വാക്കുകൾ ഓർക്കുന്നില്ല, എന്തായാലും അങ്ങനെ പറഞ്ഞു. 2016 വലിയ ഭൂരിപക്ഷത്തോടെ LDF വരാൻ പോവുകയാണ് എന്ന് പിണറായി പറഞ്ഞു. 2021 തുടർഭരണം ഉറപ്പാണ് എന്ന് അതിശക്തമായി സ്ഥാപിച്ച് പറഞ്ഞ, തുടർഭരണം കിട്ടിയേക്കുമെന്നല്ല, ഞങ്ങൾ വന്നേക്കും വീണ്ടും എന്നല്ല, തുടർഭരണം ഉറപ്പാണ്, രണ്ടാമതും LDF വരാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നേതാവ് പിണറായി വിജയനാണ്. മറ്റു പലരും പിന്നിൽ ധൈര്യം കാണിച്ചത് പോലും അദ്ദേഹം അത്ര സ്ട്രോങ് ആയി. 2021 മാർച്ച് 8 കണ്ണൂരിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയത് മുതൽ അത്ര ശക്തമായി LDFന് തുടർഭരണം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് മറ്റു പല നേതാക്കന്മാരും അത് പിന്തുടർന്ന് പറയാൻ പോലും തയ്യാറായത്. അപ്പോൾ ആത്മവിശ്വാസം രാഷ്ട്രീയത്തിൽ ചില കണക്കുകളുടെയും ചില കണക്കുകൂട്ടലുകളുടെയും ചില വിലയിരുത്തലുകളുടെയും ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് ഏറ്റവും നന്നായുള്ള നേതാവാണ്
പിണറായി വിജയൻ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, തെളിവുകളടക്കം. അതുകൊണ്ട് തന്നെ 110 സീറ്റ് LDFന് കിട്ടാം, 110 സീറ്റാണ് ലക്ഷ്യം, അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വെറും വാക്ക് ആയി തള്ളാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമായി മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ഏറ്റവും ശക്തമായി സ്വാധീനിച്ച നേതാക്കൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനാണല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അത് നിഷേധിക്കുന്നുമില്ല. ഓഖി കൊടുങ്കാറ്റും നിപ്പയും കോവിഡും അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ കേരളത്തെ ചൂഴ്ന്നു നിന്ന കാലത്ത് കേരളത്തെ അക്ഷോഭ്യനായി നിന്ന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് നയിച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു നേതാവ്, 2 പ്രളയങ്ങൾ, അതുകൊണ്ടൊക്കെ കൂടിയാണ് തുടർഭരണം കിട്ടുക, അതുകൊണ്ട് മാത്രമല്ല താനും. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ 110 സീറ്റ് ലക്ഷ്യം വെച്ച് വീണ്ടും LDF ഇറങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ കനം രാഷ്ട്രീയമായി വളരെ വലുതാണ്. അതിലേക്ക് കേരളം നടന്നു തുടങ്ങുകയാണ്. വീണ്ടും ഇതേ വിഷയം നമ്മൾ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.